പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്കിന്നൊരു നാടകമായാലോ? കല്യാണസാരി. ശ്രീജ കെ വിയുടെ നാടകമാണ്. ഒരു ലഘു നാടകമാണ് കേട്ടോ. ശ്രീജ കെ വി തൃശ്ശൂർ ജില്ലയിലെ അറങ്ങോട്ടുകരയിലാണ് ജനിച്ചത്. അവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരോ കാലത്തിലും, ലേബർ റൂം, കല്യാണസാരി, അതുപോലെ കലങ്കാരിയുടെ കഥ. 2001 കല്യാണസാരി എന്ന നാടകം അവർ അരങ്ങത്ത് അവതരിപ്പിക്കുന്നത്. നാട്ടിലെ ഒരു കൂട്ടം കുടുംബശ്രീയിലെ അംഗങ്ങളുമായിട്ടാണ് ഈ നാടകം അരങ്ങിലെത്തിക്കുന്നത്. ഓരോരോ കാലത്തിലും എന്ന നാടകം കേരള സംഗീത നാടക അക്കാദമിയുടെ അമേച്ചർ നാടക മത്സരത്തിൽ 1999 മികച്ച രചനയ്ക്കുള്ള അവാർഡിനും മികച്ച നവാഗത പ്രതിഭയ്ക്കുള്ള TN ഗോപിനാഥൻ നായർ അവാർഡും 2003 ചെറുകാട് അവാർഡിനും അർഹമായിട്ടുണ്ട്. നാടകമൊന്ന് നോക്കാം. നാടകത്തിലെ പ്രധാന കഥാപാത്രമായ സുശീലയുടെ മകൾ കുളിച്ച് ബക്കറ്റ് നിറയെ കഴുകിയ വസ്ത്രങ്ങളുമായി കൂട്ടുകാരിയോടൊപ്പം സുശീല തിരിച്ചു വരുന്നു. മകൾ വൈകി വന്നതിന് അവളെ ചീത്ത പറയുന്നു. എത്ര കുളം കുഴിച്ചു, ഊണ് കഴിക്കാൻ നേരത്തെ കയറി വന്നോളൂ. മകൾ അപ്പോൾ വീട്ടിലെ എല്ലാവരുടെയും ഒരു മാസ തുണി വൃത്തിയാക്കിയാലും ചീത്ത മാത്രം, 2 കൈയും ഒടിയാറായി, ചെയ്തതിൻ്റെ കണക്കൊന്നും നീ പറയണ്ട എന്ന് സുശീല വീണ്ടും മകളോട് പറയുന്നു. വസ്ത്രങ്ങൾ അയയിൽ വിരിക്കുന്നു. സുശീലയുടെ കല്യാണസാരിയിൽ വട്ടത്തിലുള്ള ഒരു കീറൽ കണ്ടിട്ട് അവൾ വീണ്ടും മകളെ ചീത്ത പറയുന്നു. എടി, നീ എന്തായി കാട്ടിയത്? ഇത് കല്ലിലിട്ട് അടിച്ചു തിരുമരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിനക്ക് ഇതിൻ്റെ വില അറിയാഞ്ഞിട്ടാണ്. ഇത് കണ്ടിട്ട് അമ്മ തല്ലുമെന്ന് വിചാരിച്ച് അവൾ ഓടിക്കളയാണ്, ഒളിച്ചു കളിക്കുന്നു. ഈശ്വര, എല്ലാത്തിനും എനിക്ക് തന്നെ കുറ്റം. നിറമാലയ സീരിയലിലെ സൗദാമിനിയുടെ അവസ്ഥയായല്ലോ എന്നും പറഞ്ഞ് അവൾ പതുങ്ങി ചെന്ന് സാരി നോക്കുന്നു. ഇത് കീറിയതല്ലല്ലോ, കത്തിയ പാട് പോലെയുണ്ട് എന്ന് എന്നെ വെറുതെ ചീത്ത പറയണ്ട. സുശീല സാരിയുടെ ദ്വാരത്തിലൂടെ നോക്കുന്നു. ഇതെങ്ങനെ കത്തി? എൻ്റെ ഈശ്വര, എങ്ങനെ ഇത് കത്തി? കല്യാണ സാരി കത്തുവോ? ഇത് വല്ലാത്തൊരു ദുശകനമാണല്ലോ. ഇപ്പോൾ തന്നെ എന്തൊക്കെ സഹിക്കണം, ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമാവോ? തുടർന്ന് സുശീല രോഷത്തോടെ ചാടി എഴുന്നേറ്റ് രാമകൃഷ്ണൻ നായരുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങൾ തന്നെയാണ് ഇത് കത്തിച്ചത്. ഇന്നലെ രാത്രിയിൽ നിങ്ങളല്ലേ ഇതും പൊതിച്ച് കിടന്നത്? കൂർക്കം വലിപ്പിക്കുമ്പോൾ കൂടി നിങ്ങളുടെ വായിൽ ബീഡിക്കുറ്റിയ. രാമകൃഷ്ണൻ നായർ ഞെട്ടി എഴുന്നേറ്റിട്ട് കത്തിയോ ബീഡിയോ സാരിയോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് സുശീല, നിങ്ങൾ തന്നെയാണ് ഇത് കത്തിച്ചത്. കണ്ടില്ലേ എൻ്റെ കല്യാണ സാരി, ഇത് കത്തി നാശമായിരിക്കുന്നു. ഇന്നലെ രാത്രി നിങ്ങളല്ലേ ഇത് പൊതിച്ചാറുണ്ട്. ഉറക്കത്തിലും കൂടി ബീഡി വലിച്ചിട്ട് തന്നെയാണ് ഇത് കത്തിയത്. നിങ്ങളുടെ കൈകൊണ്ട് വന്നത് നിങ്ങൾ തന്നെ നശിപ്പിച്ചു. ചത്താ മതി എന്നും പറഞ്ഞ് സുശീല ഉറക്കെ കരയുന്നു. നിനക്ക് ഭ്രാന്താണ്, ചങ്ങലക്കിടുകയാണ് വേണ്ടതെന്നും പറഞ്ഞ് രാമകൃഷ്ണൻ നായരും വഴക്കിടുന്നു. അതെ, എനിക്ക് ഭ്രാന്താണ്. ഇത്രയും കാലം ഈ നരകത്തിൽ താമസിച്ചത് ഭ്രാന്ത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ സമയത്ത് സുശീലയുടെ മകൻ വരുന്നു. അവന് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിന് പോകാൻ കുറച്ച് കാശ് ആവശ്യമാണ്. അവൻ അമ്മയോട് പൈസ ചോദിക്കുന്നു. എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് പണം എന്ന് പറഞ്ഞ് സുശീല വീണ്ടും ചീത്ത വിളിക്കുകയാണ്. തൻ്റെ സാരി കത്തിയതിനെക്കുറിച്ചാണ് സുശീല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന കല്യാണ സാരി, അത് കത്തിയില്ലേ? എന്തോ വലിയൊരു ആപത്ത് വരണ പോലെ. ആപത്ത്? ഇനിയിപ്പോൾ എന്താ വരാനുള്ളത്? എന്നാലും നീ ഒന്ന് നോക്കൂ, നിങ്ങളുടെ ഒരു കല്യാണ സാരി മര്യാദയ്ക്ക് എനിക്ക് കാശ് തരുന്നുണ്ടോ? നിങ്ങളെന്താ ഒളിച്ചു കളിക്കുക? നീ എന്താ എന്നോട് മാത്രം ചോദിക്കേണ്ടത്? ആ മൂപ്പരോട് ചോദിച്ചൂടെ? എനിക്ക് ആര് തന്നാലും വിരോധിയില്ല. എനിക്ക് ഇപ്പോൾ തന്നെ കാശ് കിട്ടണം. ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടും. കാശില്ലെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ വഴക്കിടുകയാണ്. സുശീല ഇതേ സമയം തേങ്ങിക്കരയുന്നു. കത്തട്ടെ, എല്ലാം കത്തി നശിക്കട്ടെ. ഇവരുടെ ദാരിദ്ര്യവും പട്ടിണിയും മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ് കത്തി നശിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് ഇനി താൻ ജീവിക്കുന്നില്ല എന്നും പറഞ്ഞ് അവളുടെ കല്യാണ സാരി ഒരു കുരുക്കാക്കി മറ്റേ അറ്റം കിണറിൻ്റെ കമ്പിയിൽ കെട്ടി ചാടാനൊരുങ്ങുന്നു. ഈ സമയത്താണ് നാടകത്തിലെ മറ്റൊരു കഥാപാത്രമായിട്ടുള്ള പാറുക്കുട്ടി എത്തുന്നത്. വല്ലാത്തൊരു കാഴ്ച തന്നെ. അവൾ സുശീലയെ ചെന്ന് പിടിക്കുന്നു. എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? വിഡിത്തമൊന്നും കാട്ടരുത് എന്ന് പറഞ്ഞ് പിടിച്ചിറക്കുന്നു.
സുശീല പാറുക്കുട്ടിയോട്, ഞാൻ എന്തിനാ ജീവിക്കുന്നത്? എനിക്ക് മതിയായി. ഇടിഞ്ഞു പൊളിഞ്ഞ ഈ വീടും കാട് പിടിച്ച പറമ്പും നേരാമണ്ണം ചോറ് കഴിച്ചിട്ട് എത്ര ദിവസമായി. ഇത്രയും നാളും ആരെയും ഒന്നും അറിയിച്ചിരുന്നില്ല. ഇപ്പോൾ എൻ്റെ കല്യാണ സാരിയും കത്തി. വല്ലാത്ത ദുശകുനം തന്നെ. എനിക്കിനി ജീവിക്കണ്ട. ഞാനൊരു ദുഃഖവാർത്ത പറയാൻ മേലാപ്പാട്ടോര് കടം കയറിയത് കൊണ്ട് എല്ലാവരും കൂടി ജീവനൊടുക്കി. നിങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നിധി പോലെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരു കല്യാണ സാരിയെങ്കിലും ഉണ്ട്. എനിക്ക് കല്യാണത്തിന് പോലും നല്ലൊരു സാരി ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ ഓടിച്ചാടി നടന്ന് ഞാനിവിടെ ജീവിക്കണമെന്ന് നിങ്ങൾക്കറിയോ? പണിയെടുത്ത് ജീവിക്കണം. ആരും പണി മുഴുവനും പഠിച്ചിട്ടൊന്നുമല്ല ജീവിക്കുന്നത്. ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി. പാറുക്കുട്ടി, എനിക്കൊന്നും ചെയ്ത് ശീലമില്ല. അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ദുരഭിമാനം. കല്യാണസാരിയും പെട്ടിയിൽ അടക്കി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പണിയെടുത്ത് ജീവിക്കുന്നതിൽ ഒരു നാണക്കേടുമില്ല. ഒന്നും ചെയ്യാതെ ഇരുന്ന് നിങ്ങൾക്ക് ശീലമായിത്തീർന്നു. നീ പറയുന്നത് ശരി തന്നെയാണ്. ഒന്ന് പുറത്തിറങ്ങാൻ പോലും മടിയാണ് എനിക്ക്. മറ്റുള്ളവർ ഉണ്ടാക്കിത്തരുമെന്ന് വിചാരിച്ചിരുന്നു. ഒരു കാര്യവും നടക്കില്ല. അവനവൻ പണിയെടുത്ത് തന്നെ ജീവിക്കണം. തുടർന്ന് സുശീല തൻ്റെ കല്യാണ സാരി പറമ്പിലേക്ക് വലിച്ചെറിയാൻ ഒരുങ്ങുന്നു. അപ്പോൾ പാറക്കുട്ടി, കത്തിയ സാരി കൊണ്ടും കാര്യമുണ്ട്. അതുകൊണ്ട് പുതക്കാം, നല്ല ചവിട്ടി ഉണ്ടാക്കാം. ഞാൻ പഴയ തുണികൾ കൊണ്ടാണ് ചവിട്ടി ഉണ്ടാക്കുന്നത്. സാരി കൊണ്ട് എങ്ങനെ ചവിട്ടി ഉണ്ടാക്കാമെന്ന് സുശീലക്ക് പാറക്കുട്ടി കാണിച്ചു കൊടുക്കുന്നതോടെ നാടകം അവസാനിക്കുകയാണ്. യാഥാസ്ഥിതികരായ കുടുംബക്കാർ പട്ടിണിയായിട്ടും സ്ത്രീകളെ ജോലിക്കയക്കുന്നില്ല. എല്ലാ വിഷമങ്ങളും സഹിച്ച് അവസാനം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കാൻ ആയിരിക്കും അവരുടെ തീരുമാനം. എന്നാൽ പാറുക്കുട്ടി സുശീലയെ പണിയെടുത്ത് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കുകയും സുശീല അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നതോ തന്റെ കല്യാണ സാരി നിവർത്തിപ്പിടിച്ച് രണ്ടായി കീറി ചവിട്ടി ഉണ്ടാക്കുകയാണ് സുശീലയും പാറുക്കുട്ടിയും ചേർന്ന്. സുശീലക്ക് നല്ലൊരു കല്യാണ സാരിയെങ്കിലും ഉണ്ടായിരുന്നു. പാറുക്കുട്ടിക്ക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ ഓടി നടന്ന് പണിയെടുത്താണ് ജീവിക്കുന്നത്. അധ്വാനത്തിൻ്റെ മഹത്വം അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല. ആരും പണി മുഴുവൻ പഠിച്ചിട്ടൊന്നുമല്ല ജനിച്ചു വീഴുന്നത്. ചെയ്യാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരു മനസ്സുണ്ടായാൽ നന്നായി ജീവിക്കാൻ കഴിയും. അടുക്കള തളങ്ങളിൽ നിന്ന് സ്ത്രീകൾ സമൂഹത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങി വരണം. എന്നാൽ മാത്രമാണ് തങ്ങളുടെ കുടുംബങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. രാമകൃഷ്ണൻ നായർ പഴയ പ്രതാപവും പറഞ്ഞ് വീട്ടിൽ വീടി വലിച്ചിരിക്കുകയാണ്. ഇടിഞ്ഞു പൊളിഞ്ഞാറായ വീടും കാട് പിടിച്ച പറമ്പുമില്ലാക്കി ഒരു പുതുലോകം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഈ ലഘുനാടകം സമൂഹത്തിലെ യാഥാസ്ഥിതിക കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥയെ വരച്ചു കാട്ടുന്നുണ്ട്. പാറുക്കുട്ടി എന്ന കഥാപാത്രം ഏത് ജോലിയെടുക്കാനും തയ്യാറുള്ളവളാണ്. സുശീലയാകട്ടെ എല്ലാത്തിനും മടിയുള്ളവൾ. അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അവൾക്ക് മടിയാണ്. മറ്റുള്ളവർ ഉണ്ടാക്കിത്തരുമെന്ന് വിചാരിച്ചിരുന്നാൽ ഒരു കാര്യവും നടക്കില്ല. അവനവൻ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ വിഷമിച്ചിരുന്നിട്ടൊരു കാര്യവുമില്ല. ആത്മഹത്യ കൊണ്ട് ഒന്നിനും പരിഹാരവുമാകില്ല. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമായി എനിക്ക് തോന്നുന്നതാണ് ഈ ലഘുനാടകത്തിലെ സാമൂഹിക പ്രശ്നം എന്താണ്. അപ്പോൾ ഇവിടെ ജോലിക്ക് ആരും തന്നെ പോകുന്നില്ല. സുശീല പോകുന്നില്ല, രാമകൃഷ്ണൻ നായർ പോകുന്നില്ല. മകളാകട്ടെ അപ്പുറത്തെ വീട്ടിൽ പോയി സീരിയലും സിനിമയും എല്ലാം കണ്ടു നടക്കുന്നു. മകൻ വിദ്യാഭ്യാസമുള്ളവനാണ്. അവൻ ഇൻ്റർവ്യൂവിന് പോകണം. പക്ഷെ ഇൻ്റർവ്യൂവിന് പോകാനുള്ള പൈസ പോലും അവൻ്റെ കയ്യിലില്ല. അപ്പോൾ ഈ കാര്യങ്ങളാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങൾ വളരെ ലളിതമായി ഒരു 10-12 സെൻറ്റൻസിൽ എഴുതിയാൽ തന്നെ അതിൻ്റെ ഉത്തരമായി. കല്യാണ സാരി കത്തിയപ്പോൾ ദുശകുനമാണെന്ന് സുശീല പറയുമ്പോൾ മകൻ പറയുന്നത് ആപത്ത്, ഇനിയിപ്പോൾ എന്താ ഇവിടെ വരാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. അത്രത്തോളം മുടിഞ്ഞ് വെണ്ണീറായി കഴിഞ്ഞിരിക്കുന്നു ആ കുടുംബം. എന്നിരുന്നാലും ഭർത്താവും ഭാര്യയും ജോലിക്ക് പോകാൻ തയ്യാറല്ല. പക്ഷേ അവസാനം പാറുക്കുട്ടിയുടെ വാക്കുകൾ സുശീലയ്ക്ക് ഒരു പുതിയ വെളിച്ചം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാറുക്കുട്ടിയുടെ കൂടെ സുശീല തൻ്റെ കല്യാണ സാരി കീറി
ചവിട്ടി ഉണ്ടാക്കാനായിട്ട് തയ്യാറാകുന്നത്. കല്യാണസാരി എന്ന പാഠത്തെക്കുറിച്ചുള്ള ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇതുവരെ നിങ്ങൾ തന്ന സഹകരണങ്ങൾക്കും എല്ലാം നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സുമായി അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.